2020 ദേശീയ വിദ്യാഭ്യാസ നയം രൂപീകരിച്ച സമിതിയുടെ ചെയർമാൻ ആരാണ്? രക്തത്തിൽ കാൽസ്യത്തിൻ്റെ അളവ് ക്രമാതീതമായി കുറയുമ്പോൾ ഉണ്ടാകുന്ന പേശി കോച്ചി വലിവ് ഏത് പേരിൽ അറിയപ്പെടുന്നു? ഇന്ത്യയിൽ ഭാഷാടിസ്ഥാനത്തിൽ രൂപീകരിച്ച ആദ്യ സംസ്ഥാനം ഏതാണ്? ഇന്ത്യയുടെ ദേശീയ പതാകയായ ത്രിവർണ്ണ പതാകയെ ഭരണഘടനാ നിർമ്മാണ സമിതി അംഗീകരിച്ചത് എന്നാണ്? നമസ്കാരം. PSC ട്രിക്സിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് നമ്മുടെ തൊഴിൽ വീതിയിൽ പ്രസിദ്ധീകരിച്ച 2024 ചോദിച്ച ചോദ്യങ്ങളും അവയുടെ അനുബന്ധ വിവരങ്ങളുമാണ്. ഓക്കെ അല്ലേ? അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെന്താക്കുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ഈ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണണേ. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്താക്കുക, കമൻറ്റ് രൂപത്തിൽ രേഖപ്പെടുത്തുക. ഇനി നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താക്കുക, ഈ കമൻറ്റ് രൂപത്തിൽ പങ്കുവെക്കുക. അപ്പം ഒന്നാമത് ചോദ്യം ഇതായിരുന്നു അല്ലേ, രക്തത്തിൽ കാൽസ്യത്തിൻ്റെ അളവ് ക്രമാതീതമായി കുറയുമ്പോൾ ഉണ്ടാകുന്ന പേശികളുടെ കോച്ചി വലിവ് ഏത് പേരിൽ അറിയപ്പെടുന്നു? അത് ടെറ്റനി. എന്താണ് ടെറ്റനി? എന്താണ് പേശികളുടെ കോച്ചി വലിവ്. കോച്ചി വലിവ് ഇങ്ങനെ വലിച്ചത് ടൈറ്റ് ആവൂലേ, പേശികൾ ടൈറ്റ് ആവൂലേ? അപ്പോൾ ടെറ്റനി എന്ന് ഓർത്തു വെക്കുക. രക്തത്തിൽ കാൽസ്യത്തിൻ്റെ അളവ് ക്രമാതീതമായി കുറയുമ്പോൾ ഉണ്ടാകുന്ന പേശികളുടെ കോച്ചി വലിവാണ് ഏത്? ടെറ്റനി എന്നറിയപ്പെടുന്നത് അല്ലേ, ടെറ്റനി. ഇനി ഈ സന്ധികളിലെ അണുബാധ മൂലമുള്ള പരിക്കുകൾ, പ്രായാധിക്യം എന്നിവ കാരണം തരുണാസ്ഥി വലയത്തിന് തകരാറുണ്ടാകുന്ന രോഗാവസ്ഥയാണ് സന്ധിവാതം. എന്താണ് സന്ധിവാതം എന്ന് പറഞ്ഞാൽ? നമ്മുടെ തരുണാസ്ഥി വലയത്തിന് തകരാറുണ്ടാകുന്ന രോഗാവസ്ഥയാണ് ഇത് സന്ധിവാതം അല്ലേ. തരുണാസ്ഥി വലയത്തിന് തകരാറുണ്ടാകുന്ന രോഗാവസ്ഥയാണ് സന്ധിവാതം. ഈ സന്ധിവാതം എങ്ങനെയാണ് ഉണ്ടാവുക? സന്ധികളിലെ അണുബാധ മൂലമുള്ള പരിക്കുകൾ, അതുപോലെ തന്നെ പ്രായാധിക്യം എന്നിവ കാരണം തരുണാസ്ഥി വലയത്തിന് തകരാറുണ്ടാകുന്ന രോഗാവസ്ഥയാണ് ഇത് സന്ധിവാതം. ഇനി സന്ധികളിൽ യൂറിക് ആസിഡ് അടിഞ്ഞുകൂടി ഉണ്ടാകുന്ന വീക്കമാണ് ഗൗട്ട്. ഇത് PSC ഓൾറെഡി ചോദ്യമാണ് കേട്ടോ. എന്താണ് ചോദിച്ചത്? സന്ധികളിൽ യൂറിക് ആസിഡ് അടിഞ്ഞുകൂടി ഉണ്ടാകുന്ന വീക്കമാണ് ഏത്? ഗൗട്ട്. ഏതാണ്? ഗൗട്ട്. അപ്പോൾ നമ്മൾ മുട്ടുവേന അല്ലെങ്കിൽ മേലുകൈ വേനയെല്ലാം എടുത്തിട്ട് നമ്മളെ ഡോക്ടറെ കാണാൻ പോകാറുണ്ടല്ലേ. അപ്പോൾ യൂറിക് ആസിഡ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളോട് പറയുന്നുണ്ട്. അപ്പം യൂറിക് ആസിഡ്, സന്ധിയിൽ യൂറിക് ആസിഡ് അടിഞ്ഞുകൂടി ഉണ്ടാകുന്ന വീക്കമാണ് ഏതിടാം? ഗൗട്ട്. ഏതാണ്? ഗൗട്ട്. ഓക്കെ അല്ലേ? ഇനി പേശികളെ കുറിച്ചുള്ള പഠനമാണ് ഏത്? മയോളജി. എന്താണ്? മയോളജി. പേശികളെ കുറിച്ചുള്ള പഠനമാണ് ഏത്? മയോളജി. അപ്പോൾ പല കൂട്ടുകാർക്ക് ഈ പേശികളെ കുറിച്ചുള്ള പഠനം മാറിപ്പോകാറുണ്ടല്ലേ. ഓസ്റ്റിയോളജി ആണോ എന്നല്ലെങ്കിൽ മയോളജി ആണോ എന്നൊരു കൺഫ്യൂഷൻ പല കൂട്ടുകാർക്കും ഉണ്ടാവാറുണ്ട്. അപ്പോൾ നമ്മൾ ഓർക്കാൻ വേണ്ടി ചെറിയൊരു ലിങ്ക് ഞാൻ പറയാം കേട്ടോ. നമ്മൾ ഏതെങ്കിലും ഒരു കടയിൽ ഒരു സാധനം വാങ്ങാൻ വേണ്ടി പോയി അല്ലേ, അല്ലെങ്കിൽ ഒരു പശുവിനെ വാങ്ങാൻ വേണ്ടി പോയി, അല്ലെങ്കിൽ ഒരു പോത്തിനെ വാങ്ങാൻ പോയി, അത്തരത്തിൽ വിചാരിക്കുക. അപ്പം നമ്മൾ പേശി വില കുറക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാറുണ്ടല്ലേ. അപ്പോൾ നമ്മൾ കുറച്ച് ഒരു മൈസൂർ അല്ലെങ്കിൽ ഊട്ടിയൊക്കെ നമ്മൾ ടൂർ പോയാൽ നമ്മൾ പരമാവധി വില കുറക്കാൻ വേണ്ടിയിട്ട് പേശാറുണ്ടല്ലോ നമ്മളോട് അവർ പറയും ഒരു മയത്തിലൊക്കെ പേശ് കിട്ടോ. അങ്ങനെ അത് അവർ പറഞ്ഞിരുന്നു കുറച്ച് കുറക്കണം അല്ലേ, നല്ലോണം കുറക്കാൻ വേണ്ടി പാടുണ്ടോ? ഇല്ല അല്ലേ. ഒരു മയത്തിലൊക്കെ നമ്മൾ വില പേശണം, ഒരു മയത്തിൽ വില പേശണം. അതായത് പേശികളെ കുറിച്ചുള്ള പഠനമാണ് മയോളജി. ഞാൻ പറയുന്നു ഇത് എൻ്റെ രീതിയിൽ എനിക്ക് ഓർത്തു വെക്കാനുള്ള ഒരു ലിങ്കാണ്. ഇതിൽ നന്നായിട്ട് ഈ കണക്ട് ചെയ്ത് വെക്കാൻ പറ്റുന്ന പല കൂട്ടുകാരും നിങ്ങൾക്കിടയിൽ ഉണ്ടാവും. അത്തരത്തിൽ ഇതിൻ്റെ കോഡുകളോ അല്ലെങ്കിൽ കണക്ഷൻസോ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്താക്കുക, നിങ്ങൾക്ക് അറിയുന്ന കണക്ഷൻസ് ഇതിന് നന്നായിട്ട് കണക്ഷൻ ഉണ്ടെങ്കിൽ ഇതിന് താഴെ കമൻറ്റ് ചെയ്യുക. അപ്പം നമുക്ക് നെക്സ്റ്റ്, ഇൻസുലിൻ്റെ കുറവോ പ്രവർത്തന വൈകല്യമോ മൂലം രക്തത്തിലെ ഗ്ലൂക്കോസ് മൂത്രത്തിലൂടെ നഷ്ടപ്പെടുന്ന അവസ്ഥയാണ് ഡയബറ്റീസ്. എന്താണ് ഡയബറ്റീസ് എന്ന് പറഞ്ഞാൽ? ഇൻസുലിൻ്റെ കുറവോ പ്രവർത്തന വൈകല്യമോ മൂലം രക്തത്തിലെ ഗ്ലൂക്കോസ് മൂത്രത്തിലൂടെ നഷ്ടപ്പെടുന്ന അവസ്ഥയാണ് ഇത് ഡയബറ്റീസ് അല്ലേ, ഡയബറ്റീസ്. ഓക്കെ അല്ലേ? ഇത്രയും കാര്യങ്ങൾ ഓക്കെ അല്ലേ കൂട്ടുകാരെ? യെസ്. ഇനി നെക്സ്റ്റ്,
ഇന്ത്യയിൽ ഭാഷാടിസ്ഥാനത്തിൽ രൂപീകരിച്ച ആദ്യ സംസ്ഥാനം ഏത്? ആന്ധ്രയാണല്ലേ. ഇന്ത്യയിലെ ഭാഷാടിസ്ഥാനത്തിൽ രൂപീകരിച്ച ആദ്യ സംസ്ഥാനം ഏതാണ് കൂട്ടുകാരെ? അത് ആന്ധ്ര. ഈ ആന്ധ്ര സംസ്ഥാനം രൂപീകരിച്ചത് 1953. ആന്ധ്ര സംസ്ഥാനം രൂപീകരിച്ചതാണ് 1953 ഇനി ഈ ആന്ധ്ര 1956 നവംബർ 1 ആന്ധ്രാപ്രദേശ് നിലവിൽ വന്നത്. അപ്പം ആന്ധ്ര സംസ്ഥാനം രൂപീകരിച്ചത് 1953 1956 നവംബർ 1 ആന്ധ്രാപ്രദേശ് നിലവിൽ വന്നു അല്ലേ. ആന്ധ്രാപ്രദേശിന്റെ പുതിയ തലസ്ഥാനം അമരാവതി. ഏതാണ്? അമരാവതി. ആന്ധ്രാപ്രദേശിന്റെ പുതിയ തലസ്ഥാനം ഏതാണ്? അമരാവതിയാണ് അല്ലേ. ഇനി ആന്ധ്ര സംസ്ഥാനത്തിനായി നിരാഹാരം അനുഷ്ഠിച്ച് ജീവത്യാഗം ചെയ്ത വ്യക്തിയാണ് പോറ്റി ശ്രീരാമലു. ആരാണ്? പോറ്റി ശ്രീരാമലു. എത്രയോ തവണ ചോദ്യമാണ്. ആന്ധ്ര സംസ്ഥാനത്തിനായി നിരാഹാരം അനുഷ്ഠിച്ച് ജീവത്യാഗം ചെയ്ത വ്യക്തിയാണ് പോറ്റി ശ്രീരാമലു അല്ലേ. എങ്കിൽ ഇന്ത്യയിൽ ആദ്യം ഈ മന്ത്രിസഭാ യോഗം കൂടിയ സംസ്ഥാനമാണ് ഏത്? ആന്ധ്രാപ്രദേശ്. ഇന്ത്യയിലെ ആദ്യമായിട്ട് ഈ മന്ത്രിസഭാ യോഗം കൂടിയ സംസ്ഥാനം ഏതാണ് കൂട്ടുകാരെ? അത് നമ്മുടെ ആന്ധ്രാപ്രദേശ് ആണ് കേട്ടോ. ആന്ധ്രാപ്രദേശ്. എങ്കിൽ ദക്ഷിണേന്ത്യയിൽ ഏറ്റവും കൂടുതൽ അരി ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനമാണ് ഏത്? ആന്ധ്രാപ്രദേശ്. ദക്ഷിണേന്ത്യയിൽ ഏറ്റവും കൂടുതൽ അരി ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏതാണ്? ആന്ധ്രാപ്രദേശ് ആണ് അല്ലേ. ഹോഴ്സിലി കുന്നുകൾ ആന്ധ്രാപ്രദേശിലാണ് സ്ഥിതി ചെയ്യുന്നത്. എവിടെയാണ്? ഹോഴ്സിലി കുന്നുകൾ. PC ചോദ്യമാണ്. ഹോഴ്സിലി കുന്നുകൾ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ് കൂട്ടുകാരെ? അത് ആന്ധ്രാപ്രദേശ്. ഏതാണ്? ആന്ധ്രാപ്രദേശ്. ഹോഴ്സിലി കുന്നുകൾ എവിടെയാണ്? ആന്ധ്രാപ്രദേശിലാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇന്ത്യയുടെ ദേശീയ പതാകയായ ത്രിവർണ്ണ പതാകയെ ഭരണഘടന നിർമ്മാണ സമിതി അംഗീകരിച്ചത് എന്നാണ് ചോദ്യം. ഇന്ത്യയുടെ ദേശീയ പതാകയായ ത്രിവർണ്ണ പതാകയെ ഭരണഘടന നിർമ്മാണ സഭ അംഗീകരിച്ചത് എന്നാണ് എന്ന് ചോദിച്ചാൽ പറയണം. എന്നാണ് കൂട്ടുകാരെ ഇന്ത്യയുടെ ദേശീയ പതാകയെ ഭരണഘടന നിർമ്മാണ സഭ അംഗീകരിച്ചത്? 1947 ജൂലൈ 22 എപ്പോഴാണ്? 1947 ജൂലൈ 22 ഇനി ദേശീയ പതാകയിലെ നിറങ്ങൾക്ക് വ്യാഖ്യാനം നൽകിയത് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. ആരാണ്? ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. ദേശീയ പതാകയിലെ നിറങ്ങൾക്ക് വ്യാഖ്യാനം നൽകിയത് ആരാണ്? ഡോക്ടർ രാധാകൃഷ്ണൻ അല്ലേ. ദേശീയ പതാക രൂപകൽപ്പന ചെയ്ത വ്യക്തി പിംഗലി വെങ്കയ്യ. ആരാണ്? പിംഗലി വെങ്കയ്യ. ദേശീയ പതാക രൂപകൽപ്പന ചെയ്ത വ്യക്തി ആരെന്ന് ചോദിച്ചാൽ പറയണം പിംഗലി വെങ്കയ്യ ആണല്ലേ. ഈ ദേശീയ പതാകയെ കുറിച്ചുള്ള പഠനമാണ് എന്നറിയപ്പെടുന്നത് വെക്സിലോളജി എന്നാണ്. വെക്സിലോളജി. ദേശീയ പതാകയെ കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് വെക്സിലോളജി ആണെങ്കിൽ ദേശീയ പതാകയുടെ ഉപയോഗം സംബന്ധിച്ച നിയമങ്ങൾ പ്രതിപാദിക്കുന്ന ദേശീയ പതാക നിയമം നിലവിൽ വന്നത് 2002 ജനുവരി 26 എന്നാണ്. ദേശീയ പതാകയുടെ ഉപയോഗം സംബന്ധിച്ച നിയമങ്ങൾ പ്രതിപാദിക്കുന്ന ദേശീയ പതാക നിയമം. ഇത് ദേശീയ പതാക നിയമം നിലവിൽ വന്നത് 2002 ജനുവരി 26 ഇനി ഇന്ത്യൻ ദേശീയ പതാകയുടെ നീളവും വീതിയും തമ്മിലുള്ള അനുപാതം 3:2. എത്രയാണ്? 3:2. ഇന്ത്യൻ ദേശീയ പതാകയുടെ നീളവും വീതിയും തമ്മിലുള്ള അനുപാതം എത്രയാണ്? 3:2 ആണ്. എത്രയാണ്? 3:2. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 2020 ദേശീയ പതാക നയം 2020 ദേശീയ പതാക നയം രൂപീകരിച്ച സമിതിയുടെ ചെയർമാൻ ആരാണ്? 2020 ദേശീയ പതാക നയം രൂപീകരിച്ച സമിതിയുടെ ചെയർമാൻ ആരാണ്? കെ കസ്തൂരിരംഗൻ. ആരാണ്? കസ്തൂരിരംഗൻ ആണല്ലേ. ഈ വിദ്യാഭ്യാസ നയപ്രകാരം 5ാം ക്ലാസ് വരെ മാതൃഭാഷയിൽ പഠിപ്പിക്കണം. എന്താണ് ഈ കസ്തൂരിരംഗൻ റിപ്പോർട്ട് പ്രകാരം? എന്താണ് കസ്തൂരിരംഗൻ വിദ്യാഭ്യാസ നയപ്രകാരം 5ാം ക്ലാസ് വരെ മാതൃഭാഷയിൽ പഠിപ്പിക്കണം. 10+2 എന്ന പഴയ ഘടന മാറ്റി 5+3+4 എന്ന ഘടന കൊണ്ടുവന്നു. 5+3+3+4 എന്ന ഘടന കൊണ്ടുവന്നത് കസ്തൂരിരംഗൻ നയപ്രകാരമാണ് അല്ലേ.
ഇന്ത്യയിൽ ആദ്യമായി വിദ്യാഭ്യാസ നയം കൊണ്ടുവന്നത് 1968 ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായിരുന്ന സമയത്താണ്. ആരാണ്? ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായിരുന്ന സമയത്താണ് ഇന്ത്യയിൽ ആദ്യമായിട്ട്, PSC ചോദ്യമാണ്, ഇന്ത്യയിൽ ആദ്യമായിട്ട് വിദ്യാഭ്യാസ നയം കൊണ്ടുവന്നത് ആര് പ്രധാനമന്ത്രി ആയിരിക്കുമ്പോഴാണ്? ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രി ആയിരിക്കുമ്പോഴായിരുന്നു. വർഷം 1962. ഇനി രണ്ടാമത്തെ വിദ്യാഭ്യാസ നയം 1986 രാജീവ് ഗാന്ധി സർക്കാരാണ് നടപ്പിലാക്കിയത്. അപ്പം രണ്ടാം വിദ്യാഭ്യാസ നയം നടപ്പിലാക്കിയത് രാജീവ് ഗാന്ധി സർക്കാരാണല്ലേ. ഏത് വർഷമാണ്? 1986. എങ്കിൽ ആദ്യമായിട്ട് ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായിരുന്ന കാലത്താണ് 1968. ഇനി ഇന്ത്യയിൽ എന്താണ് ചോദ്യം? ഇന്ത്യയിൽ 2020 ദേശീയ വിദ്യാഭ്യാസ നയം രൂപീകരിച്ച സമിതിയുടെ ചെയർമാൻ K. കസ്തൂരിരംഗൻ ഈ വിദ്യാഭ്യാസ നയപ്രകാരം 5ാം ക്ലാസ് വരെ മാതൃഭാഷയിലായിരിക്കണം പഠിപ്പിക്കേണ്ടല്ലേ. 10+2 എന്ന പഴയ ഘടന മാറ്റി 5+3+3+4 എന്ന ഘടന കൊണ്ടുവന്നത് കസ്തൂരിരംഗൻ റിപ്പോർട്ട് പ്രകാരമാണ് അല്ലേ. കസ്തൂരിരംഗൻ വിദ്യാഭ്യാസ നയപ്രകാരമാണ്. ഓക്കെ അല്ലേ. അപ്പം ഇത്രയും ചോദ്യങ്ങളാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ നിങ്ങളുമായി ചർച്ച ചെയ്തത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്താക്കുക? നിങ്ങൾ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് രൂപത്തിൽ രേഖപ്പെടുത്തുക. അതുപോലെ ഇതുമായി ബന്ധപ്പെട്ടുള്ള നിങ്ങൾക്കറിയുന്ന ചോദ്യങ്ങൾ നിങ്ങൾക്കറിയാമെങ്കിൽ മറ്റുള്ള കൂട്ടുകാർക്ക് വേണ്ടിയിട്ട് ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. അതുപോലെ എന്തെങ്കിലും കോഡുകളോ ലിങ്കുകളോ ഉണ്ടെങ്കിൽ, നിങ്ങൾക്കറിയുന്ന ലിങ്കുകളുണ്ടെങ്കിലും അതും ഈ വീഡിയോയുടെ താഴെ ഷെയർ ചെയ്യുക കേട്ടോ. അപ്പം അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ, സീ യു.